അഷ്കർ അലിയുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് ലീഗിന്റെ മനസ്സിലിരിപ്പ് എന്നത് പ്രധാനമാണല്ലോ. വി.ഡി. സതീശനാണോ രമേശ് ചെന്നിത്തലയ്ക്കാണോ ലീഗിന്റെ പിന്തുണ എന്നുള്ളത്? നേരത്തെ പാണക്കാട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പോയിരുന്ന കാലം അതുപോലെയൊരു കാലമല്ല ഇപ്പോൾ. തുടർച്ചയായി അങ്ങനെയൊന്നും പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നുള്ള ചർച്ചകൾക്കോ ആയി പാണക്കാട്ടേക്ക് വി.ഡി. സതീശൻ വരുന്നില്ല എന്നൊരു പരാതി നേരത്തെ ലീഗിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ നിന്നും എന്താണ് വായിച്ചെടുക്കേണ്ടത്? ലീഗ് നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അല്ലാതെ മറ്റു നേതാക്കളുടെ പ്രതികരണം അഷ്കറിന് കിട്ടിയോ? സ്മൃതി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF നേതൃത്വമായി പല ഘട്ടങ്ങളിലും പല വിധത്തിൽ ഈ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പല പരാതികളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDF-ലെ തന്നെ ഏറ്റവും പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിനെ വേണ്ട വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരിഗണിക്കുന്നില്ല എന്നത് തന്നെയാണ് ലീഗിൻ്റെ ആക്ഷേപം. ഏറ്റവും അവസാനത്തെ ഒരു സംഭവം ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയാൻ വോട്ടർമാരെ കാണാൻ വേണ്ടി വീണ്ടും വയനാട്ടിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ കൃത്യമായി ലീഗ് നേതാക്കളെ അറിയിക്കുകയോ ഇല്ലെങ്കിൽ അതിലേക്ക് ആ നേതാക്കൾ ക്ഷണിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ള പരാതി ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇത്തരത്തിൽ പല വിഷയങ്ങളിലായ പല അവഗണന ലീഗിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് വി.ഡി. സതീഷിന് നേരെ ലീഗ് ഉയർത്തുന്ന ആക്ഷേപം. സമാനമായ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ സാമുദായിക സംഘടനാ നേതാക്കളെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ലീഗ് നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചകൾ നല്ലതാണ് എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ചെന്നിത്തലയോട് ഇല്ലെങ്കിൽ ഈ വിഷയങ്ങൾ സാമുദായിക സമവാക്യങ്ങളിൽ കൂടെ കൂട്ടാനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയുണ്ട്, ലീഗിൻ്റെ കൂടി താല്പര്യം ചെന്നിത്തലയോടാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പല മുസ്ലിം ലീഗ് നേതാക്കൾക്കും കൂടുതലായി വ്യക്തിബന്ധമുള്ളതും ചെന്നിത്തലയോടാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായി ലീഗ് നേതാക്കളോട് ആശയവിനിമയം നടത്തുകയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാലോചനകൾ നടത്തുകയും ഒക്കെ കൃത്യമായി നടത്തിയതിൻ്റെ UDF-ന്റെ പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചിരുന്നത് ഇത്തരത്തിൽ സഖ്യമായിട്ടായിരുന്നു. അതിനു മുമ്പ് KM മാണിയും ഉമ്മൻചാണ്ടിയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഈ ത്രയമായിരുന്നു UDF-ന്റെ സാമുദായിക സമവാക്യങ്ങൾ തന്നെ നിയന്ത്രിച്ചിരുന്നത്. അത് കൃത്യമായി അവർ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കൾക്കാർക്കും അത്തരത്തിൽ ഈ സമുദായ സമവാക്യങ്ങൾ നിലനിർത്താനോ അത് UDF-ലേക്ക് ക്രോഡീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനം മുസ്ലിം ലീഗിനകത്തുണ്ട്. സ്വാഭാവികമായും ഇത്തരം ഒരു ഘട്ടത്തിൽ കൂടിയാണ് ചെന്നിത്തല ഇപ്പോൾ NSS-നെ ആണെങ്കിലും SNDP ആണെങ്കിലും കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനെ പോസിറ്റീവായി ലീഗ് കാണുന്നു. അത് UDF-ന് ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം നീക്കങ്ങൾ സജീവമാക്കുന്നതിലൂടെ അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ക്രൈസ്തവ സഭകളിലേക്ക് ഇടിച്ചു കയറാൻ ഇപ്പോൾ BJP വലിയ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഈ മുൻപ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ക്രൈസ്തവ സഭകളുമായി ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ക്രൈസ്തവ സഭകളിൽ അത്രയേറെ സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിനും സംശയമുണ്ട് എന്നാണ് അവരെ വിലയിരുത്തൽ. പരിപാടികളിൽ വി.ഡി. സതീശൻ തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥിയാകുന്നത്. അത് അധികം രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കാത്ത ഒരു സ്വീകരണമാണ് എന്ന വിലയിരുത്തലും ഒരു വശത്ത് വരികയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ, അതായത് BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ളതും നേരത്തെ പോയതുമായ വോട്ടുകൾ അത് തിരിച്ചു പിടിക്കുക എന്നൊരു ശ്രമത്തിന് വി.ഡി. സതീശൻ മുന്നിട്ടിറങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ചില മുസ്ലിം സംഘടനകളുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വി.ഡി. സതീശൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് ലീഗിന്റെ കൂടെ ഒരു ഒരുമയോട് കൂടിയുള്ള നീക്കമായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അഷ്കർ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനാ സംവിധാനങ്ങളുമായി അല്ലെങ്കിൽ സംസ്ഥകളുമായിട്ടൊക്കെ എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും നേരിട്ടൊരു പാലമിടുന്നതിന് മുസ്ലിം ലീഗിന് അത്ര വലിയ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. എല്ലാ കാലത്തും സമസ്ത ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ്റിനെ ആണെങ്കിലും സർക്കാരുകളാണെങ്കിലും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ആണെങ്കിലും ബന്ധപ്പെട്ടിരുന്നത്. പിന്നീട് ജിഫ്രി തങ്ങൾ സമസ്തയുടെ അധികാര പദവിയിലേക്ക് വന്നതിന് ശേഷമാണ് അതിൽ വലിയ തോതിൽ മാറ്റമുണ്ടാകുന്നത്. സമാനമായ രീതിയിൽ തന്നെ വി.ഡി. സതീശൻ ഇത്തരത്തിൽ നേരിട്ട് ബന്ധം പുലർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് മുസ്ലിം ലീഗിൻ്റെ തന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കളോട് ഇടഞ്ഞു നിൽക്കുന്ന ലീഗ് നേതൃത്വത്തിൻ്റെ വിരുദ്ധ ചേരി എന്ന് ഇപ്പോൾ KM ഷാജി അടക്കമുള്ള ആളുകൾ അണിനിരക്കുന്ന ചേരി, ആ ചേരി പലപ്പോഴും വി.ഡി. സതീഷുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ്. ഈ KM ഷാജിയും വി.ഡി. സതീഷും അടക്കം ഒരേ സമയം പല ഘട്ടങ്ങളിൽ MLA-മാരെ തെരഞ്ഞെടുക്കപ്പെടുകയും വിദേശ യാത്രകളിലടക്കം ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്ന വ്യക്തിപരമായി തന്നെ പരസ്പരം ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാക്കളാണ്. അത്തരത്തിൽ ചില ലീഗിൽ തന്നെ ചില ഒറ്റപ്പെട്ട നേതാക്കളെ പിന്തുണ പല ഘട്ടങ്ങളിൽ വി.ഡി. സതീശൻ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ മുനമ്പം വിഷയത്തിലടക്കം
വി.ഡി. സതീശനോട് പരസ്യമായി എതിർക്കുന്ന കെ.എം. ഷാജിയും നമ്മൾ കണ്ടു. കഴിഞ്ഞ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവന, അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വി.ഡി. സതീശന്റെ പ്രസ്താവന വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാവുകയും ഇ.ടി. മുഹമ്മദ് ബഷീറും പി.വി. അബ്ദുൽ വഹാബ് എം.പിയും കെ.എം. ഷാജിയും കെ.പി.എം. മജീദും അടക്കമുള്ള നേതാക്കൾ വി.ഡി. സതീശനെതിരെ ലീഗ് യോഗത്തിൽ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല വിഷയങ്ങളിലാണ്. അഥവാ യു.ഡി.എഫ് നേതൃത്വം ഈ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ലീഗിനെ പരിഗണിക്കാത്തതാണ് ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് അതൃപ്തിയെങ്കിൽ, മറുഭാഗത്ത് ഈ വി.ഡി. സതീശന്റെ ചില നിലപാടുകളിലാണ് കെ.എം. ഷാജി അടക്കമുള്ള ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. അവർക്ക് അതേസമയം തന്നെ വ്യക്തിബന്ധമായി വി.ഡി. സതീശനോട് വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. എന്തായാലും ഇപ്പോൾ ചെന്നിത്തല നടത്തുന്ന ഈ സമുദായങ്ങളെ കൂട്ടിപ്പിടിച്ചുള്ള നീക്കങ്ങൾക്ക് കൃത്യമായി ലീഗ് പിന്തുണയ്ക്കും. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ ക്രൈസ്തവ സഭകളെ കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിലും അതിനും ലീഗ് പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത തവണയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് ലീഗിനും അനിവാര്യതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരത്തിൽ യു.ഡി.എഫ് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ അധികാരത്തിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പിന്തുണയും സ്വീകരിക്കും. പക്ഷെ അത് തമ്മിലടിയിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരു നേതാക്കളും ആഗ്രഹിക്കുന്നുമില്ല. ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ യു.ഡി.എഫിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്.